ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനും ആദ്യമായിട്ട് വേണ്ടത് 2 കപ്പ് പച്ചരി. അത് ഏത് പച്ചരിയാണ് കുഴപ്പമില്ല. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിലാണ് 2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് കഴുകി നന്നായി ഒരു സൈഡിലേക്ക് കുതിരാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചാൽ മതി. അതിനുശേഷം 1 കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത്. കറക്റ്റ് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 1 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി അതുപോലെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ പച്ചരി ചെയ്തതുപോലെ തന്നെ കഴുകി നന്നായിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്തി വെക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷമാണ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പച്ചരി നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ കഴുകി വെച്ചത് കൊണ്ട് തന്നെ ഇനി കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ഹാഫ് ഒഴിച്ചിട്ടാണ് ഈ പച്ചരി നന്നായി അരച്ചെടുക്കുന്നത്. ശേഷം ഇപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പൊന്നി അരിൻ്റെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നെടുത്ത ആ ഒരു സെയിം അളവ് തന്നെയാണ് ഈ ഒരു ചോറും ചേർക്കേണ്ടത്. അതിനുശേഷം നേരത്തെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അതിന് ഹാഫ് ബാക്കിയുണ്ട്. ആ ഒരു വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചരീൻ്റെ ആ ഒരു മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ മാത്രം വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കുറച്ചും കൂടെ വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഈ ചോറിൻ്റെ ഉഴുന്നിൻ്റെ മിക്സ് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നന്നായി നല്ല സോഫ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്രയും നല്ല സോഫ്റ്റായിട്ട് അരിഞ്ഞാൽ മാത്രമേ ഒരു ഇഡ്ഡലിൻ്റെ ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് വരികയും അതുപോലെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മാവും കൂടെ ഇതുപോലെ നന്നായി സോഫ്റ്റായി അരച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉഴുന്നിൻ്റെ ചോറിൻ്റെ മിക്സ് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാവൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ആക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ കൈവച്ച് തന്നെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ കൈവച്ച് തന്നെ നല്ലോണം ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ് ഈ ഒരു ഇഡ്ഡലിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കൈവച്ച് നല്ലോണം കുറച്ച് ടൈം ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി രാവിലെ ഇഡ്ഡലി ചുടേണ്ട ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലീൻ്റെ മാവ് കൈവച്ചും അതുപോലെ സ്പൂൺ വെച്ച് മിക്സാക്കി എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇഡ്ഡലീൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കുറവുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രാത്രി ഇതുപോലെ തന്നെ 8-9 മണിക്കൂർ വെച്ചതിന് ശേഷം രാവിലത്തെ ബാറ്ററാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ മേലെ നിന്ന് മാത്രമേ നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് മേലെ നിന്ന് മാത്രം എടുത്തിട്ട് ഇഡ്ഡലീൻ്റെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ടോട്ടലായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാത്രി തന്നെ ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തത് കൊണ്ട് തന്നെ രാവിലെ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. മിക്സാക്കുമ്പോൾ ഈ ഒരു ഇഡ്ഡലിൻ്റെ സോഫ്റ്റ് കറക്റ്റ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ മേലെ നിന്ന് മാത്രം ഇതുപോലെ തന്നെ ആ ഒരു ബാറ്റർ മേലെ നിന്ന് മാത്രം കോരിയിട്ട് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള ബാറ്ററാണ്. ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇതുപോലെ നല്ല പൊങ്ങി വരുമ്പോഴാണ് ഇഡ്ഡലീൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി നല്ലോണം ഉപ്പിട്ട് ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചേർത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ രാവിലെ തന്നെ ചുട്ടെടുക്കുന്ന ടൈമിൽ ഒരിക്കലും ബാറ്റർ മിക്സാക്കി എടുക്കാനും പാടില്ല. അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി തട്ടുന്ന വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്ത് നോക്കൂ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് അതിലേക്കൊന്ന് നനച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി ഇതുപോലെ തന്നെ ഒന്ന് എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇഡ്ഡലീൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.